ഹലോ ഗായ്സ്, ഞാൻ ഇന്നൊരു ചക്ക അപ്പം ഉണ്ടാക്കാൻ ഓർത്തു. ഞങ്ങൾ ജർമ്മനിയിലാണ്, ചക്ക മേടിക്കാൻ കിട്ടത്തില്ല. അതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട്, അവക്കടെ പേര് റിൻറ്റുവാ, അവക്കടെ അമ്മ ചക്ക ശർക്കര പോയിലിട്ടങ്ങ് കൊടുത്തു വിട്ടതായിരുന്നു. അപ്പോൾ അത് എനിക്ക് കുറച്ച് തന്നായിരുന്നു. അപ്പോൾ ഞാനതിൽ കുറച്ച് തേങ്ങയും ഏലക്കയും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അരിപ്പൊടി, ഇച്ചിരി ചുടുവെള്ളം ഇട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് അത് ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കിവിടെ വാഴയില കിട്ടത്തില്ല, അതുകൊണ്ട് ഞാനൊരു ഫായിൽ പേപ്പറിലാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. ഓക്കെ, ഞാനും അത് ഒരു ചെറുതായിട്ടുള്ള ഒരു ഫായിൽ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചക്കപ്പം ഉണ്ടാക്കാനുള്ള മാവ് നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇച്ചിരി വെള്ളം തൊട്ട് അത് പരത്തിയെടുക്കണം. പിന്നെ നമ്മൾ ആ ചക്ക തേങ്ങ പുരട്ടി വെച്ച് ഇതാക്കി വെച്ചിട്ടുണ്ടല്ലേ, അതെടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് സോഫ്റ്റായിട്ട് പരത്തണം. അത് എന്നാണ് പറഞ്ഞത്, നമ്മൾ വാഴയിലയിൽ വയ്ക്കുന്ന സമയം അത് ഇച്ചിരി കട്ടിയായിരുന്നാലും കുഴപ്പമുണ്ടാകത്തില്ല, അത് വെന്ന് കിട്ടും ഇച്ചിരി. പക്ഷേ ഇത് ഫായിൽ പേപ്പർ ആയതുകൊണ്ട് ഇച്ചിരി വേവ് കൂടുതൽ സമയം വയ്ക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളത് നൈസായിട്ട് പരത്തുക. പിന്നെ അതങ്ങ് ഫായിൽ പേപ്പറിൽ വെച്ച് മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ച് അതിലേക്ക് ഒരു തട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ സ്റ്റീമറില്ല, അതുകൊണ്ടായിരുന്നു. അതങ്ങ് എടുത്ത് വെച്ച് ഈ വേവിച്ച നമ്മൾ മടക്കി വെച്ച ഈ സംഭവം അതിൻ്റെ മണ്ടയ്ക്ക് വെക്കണം. വെച്ചിട്ട് 2 കുത്തു കൊടുക്കണം ഫോർക്ക് കൊണ്ട്. അതെന്നാണ് പറഞ്ഞാൽ, നമ്മൾ വാഴയിലയിലാവുന്ന സമയം പെട്ടേണ് ആവി പിടിക്കും. ഇതങ്ങ് അത്ര പിടിക്കത്തില്ല, അതുകൊണ്ട് ജസ്റ്റ് ചെറിയ കുത്തി കൊടുക്കുക. ഞാൻ ഇതിൻ്റെ മുമ്പിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നല്ല ടേസ്റ്റായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇത് നിങ്ങളെല്ലാവരെയും കാണിക്കാൻ ഓർത്ത് ഇരുന്നത്. ഇത് മാക്സിമം യൂറോപ്യൻ കൺട്രീസ്, ഗൾഫ് കൺട്രീസിലെ നാട്ടിൽ നിന്ന് പുറത്ത് ഇരിക്കുന്നവർക്ക് നമുക്ക് വാഴയില കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു പണിയാണ്, കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്. പിന്നെ അടച്ച് വെച്ച് കുറച്ച് സമയം ഒരു 15 മിനിറ്റ് വെച്ച് ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം. വേവിക്കുന്ന സമയം അത് ഇച്ചിരി വെന്ന് വരും. ഞങ്ങളിത് കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണം കേട്ടോ. താങ്ക് യു. നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അത് നോക്കാൻ ഓർത്തതായിരുന്നു. അപ്പോൾ നോക്കുന്ന സമയം ആ സ്റ്റീം വരുന്ന സമയം നോക്കിയെടുക്കണം. എന്നാൽ കയ്യിലൊന്നും ആയിപ്പോവല്ലേ, അത് ചൂട് പട്ടെങ്കിൽ പൊള്ളിപ്പോവും. ജസ്റ്റ് നോക്കിയപ്പോൾ വെന്നിട്ടില്ല, അപ്പോൾ കുറച്ച് സമയം കൂടെ വയ്ക്കാം. ഞങ്ങളുടെ ഇവിടെ ഫ്രാങ്ക്ഫർട്ടിൽ കുറച്ച് ദിവസമായിട്ട് ലാസ്റ്റ് 2 വീക്സായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ ജസ്റ്റ് ചാറലുണ്ട്. അപ്പോൾ പിള്ളേർ സ്കൂളിലൊക്കെ പോയിട്ട് വരുന്ന സമയം കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയാണ് ഈ ചക്ക അപ്പം ട്രൈ ചെയ്തത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാൻ കേട്ടോ. താങ്ക് യു ഗായ്സ്.